ലിക്കോവ ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലിസി കോര. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഡിസംബർ മാസമായല്ലോ, നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ. ഇപ്രാവശ്യം എല്ലാവരും സ്വന്തം വീട്ടിൽ തന്നെ ഒരു കേക്ക് ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ ശ്രമിക്കുക. മാർക്കറ്റിൽ നമുക്ക് വേണ്ടാന്ന് വെക്കാം. ഇന്ന് ഞാൻ കാണിച്ചു തരുന്നതും അതുതന്നെയാണ്. എല്ലാവരും ശ്രമിച്ചു നോക്കൂ. ഇനിയും നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/4 കപ്പ് എണ്ണയാണ്. റിഫൈൻഡ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അടുത്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് പഞ്ചസാരപ്പൊടി. ഒരു വിസ്ക് കൊണ്ട് നല്ലതായിട്ട് ഇതിനെ യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. മുട്ട നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. 3 മുട്ടയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വാനില എസൻസ് ആണ്. നമുക്ക് 1 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അടുത്തത് 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ. അങ്ങനെ നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ മൈദ 1/4 കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി കട്ടി കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇനിയും നമുക്ക് ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 2ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കൊക്കോ പൗഡർ ഒരു പോർഷനിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ മാർബിൾ കേക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ ബാറ്റർ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഡിവൈഡ് ചെയ്തതിൻ്റെ ഒരു പോർഷൻ നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരു പോർഷനിൽ ഞാൻ 2 സ്പൂണോളം കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്ന പാത്രമാണ് ഇത്. അത് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതിന് ഇച്ചിരി ഓയിൽ ഒഴിച്ച് ഇതിനെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഈ എണ്ണ തേച്ച് ഗ്രീസ് ചെയ്തതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി മൈദാപ്പൊടി ഇട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ഡസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ നല്ല രീതിയിൽ ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനിയും നമുക്ക് ആദ്യം ഒരു തവി ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇനി അടുത്തത് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അടുത്തത് ആൾട്ടർനേറ്റീവായിട്ട് നമ്മൾ മാവ് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നു. ലാസ്റ്റ്
സ്റ്റേജിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഞാൻ ചെറുതായിട്ടൊരു ഡിസൈൻ മാതിരി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടൂത്ത് പിക്ക് എടുത്ത് നമ്മൾ ഡിസൈൻ പോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈൻ പോലെ തന്നെ ബാറ്റർ റെഡിയാണ്. ഞാൻ ഇപ്പോൾ ഒരു കുക്കറിൽ വെച്ചാണ് ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത്. കുക്കർ ഇതിൻ്റെ ഒരു പഴയ കുക്കറാണ്. എനിക്ക് മൈക്രോവേവ് ഓവൻ ഉണ്ട്, പക്ഷേങ്കിൽ ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ബെസ്റ്റ് ഒരു ഐഡിയയാണ്. അതുകൊണ്ട് ഞാൻ ഈ കുക്കർ എടുത്തതാണ്. കുക്കറിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതിനെ ബാറ്ററിനെ നമുക്ക് ഇതൊക്കെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് ഒരു 45 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ കേക്ക് 45 മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്തതിന് ശേഷം റെഡി ആയിട്ടുണ്ട്. നോക്കൂ, ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടി നല്ല കേക്കല്ലേ നോക്കൂ. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ക്രിസ്മസിന് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നതായിരിക്കും.